നമുക്കിനി എന്തായാലും കുറച്ചു നേരം സംസാരിച്ചു ഇരുന്ന് നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്കൊരു ഗെയിം കളിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? നിങ്ങളുടെ രണ്ടുപേരുടെ ആ സൗഹൃദം അല്ലെങ്കിൽ ആ ഒരു ഒത്തൊരുമയൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് പറയാം. എന്റെ ഗെയിമാണെന്ന് ഞാൻ പറയാം. കുറച്ച് പ്രോപ്പർട്ടീസ് വരാനുണ്ട്, അത് വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, റെഡ്. ഓക്കെ, സോ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ കളർഫുൾ ഗെയിം കളിക്കാനായിട്ട് നല്ല കിടിലൻ ഗസ്റ്റുകളുമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അതായത് ഗ്ലാസസ് വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു പിരമിഡ് ആ ഒരു ഷേപ്പ് നിങ്ങൾ ഉണ്ടാക്കണം. പക്ഷെ കണ്ണ് കെട്ടിയിട്ടാണ് ഉണ്ടാക്കേണ്ടത്. കണ്ണ് കെട്ടിയിട്ടാ എനിക്ക് ഞാനോ അതുകൊണ്ട് തസ്നി പ്രസാദേട്ടൻ നമ്മളെപ്പോഴും പ്രസാദേട്ടന് ഞങ്ങളുടെ മൂത്താപ്പയാണ്. മൂത്താപ്പ എന്നെ ആദ്യം കളിക്കും. Ready, 1, 2, 3, music. ഇപ്പൊ എന്റെ ഫാദർ മാജിക് ചെയ്യുന്ന പോലെയാ. 4, 3, 2, 1 എന്ന രീതിയിൽ അടുക്കിയാൽ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. രണ്ടാമത്തെ ലെയർ ആണ് വെച്ചുകൊണ്ടിരിക്കുന്നത് പ്രസാദേട്ടൻ. സൂപ്പർ 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 സൂപ്പർ, വെരി ഗുഡ് വെരി ഗുഡ്. ആ കൊള്ളാലോ സംഭവം. അങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി രണ്ടാം 4, 3 കഴിഞ്ഞു. ഇനി 2. പ്രസാദേട്ടൻ കലക്കി 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 കലക്കി. ഇനി ഒരൊറ്റ എണ്ണം, ഒരു ലെയറും കൂടി വച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ആയില്ലേ? 1 മിനിറ്റ് ആവണു. ഇനി ഒരെണ്ണം കൂടി വെച്ചാൽ മതി പ്രസാദേട്ടൻ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ്. വളരെ ശ്രദ്ധിച്ച് 10 സെക്കൻഡ് കൂടി ഉണ്ട്. അയ്യോ അയ്യോ മറക്കല്ലേ. നശിച്ചു. അയ്യോ, എടുത്തോ. ഏകദേശം അല്ല, അവസാനം നിങ്ങൾ ടെൻഷൻ അടിപ്പിച്ചെന്നെ. അതുകൊണ്ടാണല്ലേ രണ്ടും ടെൻഷൻ അടിപ്പിച്ചു. ശരി, അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് വരെ വളരെ ഗംഭീരമായിട്ട് ഈ ഗെയിം കളിച്ച് ഇങ്ങനെ നമ്മള് വിജയശ്രീ ലാളിതനായി നിൽക്കുവോ, എന്താ സംഭവിക്കാന്ന് ഇനി തസ്ലീതയോട് കളിച്ചാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. Ready, 1, 2, 3, music. ആദ്യത്തെ അയ്യോ, 4 വേണോ? 4 വേണം. ഓക്കെ, 4 ആയിരിക്കാണ്. ഇനി അടുത്ത ലെയർ. അയ്യോ, അടുത്ത ലെയർ വെച്ചോണ്ടിരിക്കുകയാണ്. മിടുക്കിയായിട്ട് തന്നെയാണ് വെച്ചോണ്ടിരിക്കുന്നത്, മറക്കരുത്. ഓക്കെ ആയില്ല. ഒരെണ്ണം കൂടി വെക്കണം. 3 ആക്കണം. അല്ല, ഇതിപ്പോ അങ്ങനെ വെച്ചില്ലേ? ഇനി ഇതും കൂടി വെക്കണം. അതേ ലെയറിൽ തന്നെ. അല്ല, അതേ ലെയറിൽ തന്നെ ഒരെണ്ണം കൂടി വെക്കണം. ഓക്കെ, അവിടെ ഒരെണ്ണം വെച്ചോ. അത് കറക്റ്റ്. ഇല്ല, അവിടെ വെച്ചോ. ഇനി ഇത് എടുത്ത് ഇപ്പുറത്ത് വെക്കാൻ. അവിടെ. ഇനി ഇതും കൂടി എടുത്ത് ഇവിടെ വെക്കണം. സൂപ്പർ സൂപ്പർ. അങ്ങനെ 3 വെച്ചിരിക്കുകയാണ്. ഇനി 2 കഴിഞ്ഞു. വെച്ചോ. തന്നെയല്ലേ സിൻസിയർ ആയിട്ട് കളിക്കണം. സിൻസിയർ ആയിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് കുട്ടി. പോയി, എല്ലാം പോയി. അയ്യോ, എവിടെ? അതന്നെ എവിടെ? വെച്ചോളൂ. ഇത്രയും ഡയറക്ഷനൊന്നും എനിക്ക് തന്നില്ല സ്വാസിക. ഞാൻ തന്നു. മറിച്ചു. അത് മറിച്ചു. അയ്യോ, എല്ലാം പോയി. താഴേക്ക് ഇറങ്ങിപ്പോയി. ഒന്നുകൂടെ വെച്ചോ. രണ്ടാമത്തെ ലെയർ. രണ്ടാമത്തെ അവിടെ വെച്ചു. ഇതേ പോയി. 2 കൂടി ഇതേ ലെയറിൽ തന്നെ വെക്കണം. ഇനി ഒരെണ്ണം കൂടി വെക്കും. വെച്ചോ. ഇനിയുണ്ടോ? ഇനിയും വെക്കണം. ഇനി എവിടെ വെക്കണം? 5 സെക്കൻഡ് കൂടി ഉള്ളൂ. ഇനി 5 സെക്കൻഡ് കൂടി. ഇനി ഈ മുകളില് അടുത്തത് 5 സെക്കൻഡ് കൂടി ഉള്ളൂ. ഇല്ല, കഴിഞ്ഞു. റെഡി, 1, 2, 3, ടൈം ഔട്ട്. ഞാൻ കൈയടിച്ച് എന്തിനാന്നറിയോ? തോറ്റുപോയതിനാ. ഇത്രയല്ലേ? ഇത്ര ഞാനുമായി. അതെ, ഞാൻ ഇതിന്റെ അതെ, ഇതിനേക്കാളും മുകളിൽ ടെസ്നിത്തയുടെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പൊ അത് പിന്നെയും വയ്ക്കേണ്ടി വന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് അതായത് ഈ ഗെയിമിൽ ജയിച്ചതാര് തോറ്റതാര് എന്ന് പറയാൻ പോകുന്ന നിമിഷമാണ്. 1 മിനിറ്റ് സമയത്തിനുള്ളിൽ നിങ്ങൾ 2 പേരും ഇങ്ങനെ കളിച്ച് ഒരു ഫൈനൽ സ്റ്റേജിൽ ഇങ്ങനെ എത്തി.
ചേട്ടൻ ഇനി ഒരെണ്ണം വെക്കാനുള്ള സമയത്താണ് എല്ലാം കൂടി ചടപടന്ന് പോയത്. ചേച്ചി ലാസ്റ്റത്തെ വെക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും എല്ലാം താഴേക്ക് ഇറങ്ങിപ്പോയി. അപ്പൊ രണ്ടുപേരും ഡ്രോ ആയിട്ട് ഇങ്ങനെ നമ്മള് നിൽക്കുവാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. രണ്ടുപേരും ഈക്വലി തോറ്റു ജയിച്ചു. അതുകൊണ്ട് രണ്ടുപേർക്കും പണിഷ്മെന്റ്സ് ഉണ്ട്. പറഞ്ഞു ഓക്കെ, അത് ധാരാളം കിട്ടിയിട്ടുള്ളതാ കലാപോലും. അതുകൊണ്ട് പോരട്ടെ, പണിഷ്മെന്റ്സ് പോരട്ടെ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്.